ഉസ്താദിന് കാലൂറി വെക്കാൻ കഴിയുന്നില്ല. സ്വന്തം സ്ഥാപനമായ സിറാജുൽ ഹുദയിലേക്ക് പോകാതെ പലപ്പോഴും പ്രവർത്തകർ വന്നിട്ട് പല ആവശ്യാർത്ഥം അവർ വന്ന് സംസാരിക്കാൻ വരുമ്പോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആൾക്കാരുടെ ആ ബാഹുല്യം കൊണ്ട് ഒരൽപ്പം കുറച്ചു കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പിന്നൊരു സ്ഥാപനമായ വലിയ സ്ഥാപനം ദഅവാ കോളേജുള്ള ഓത്തിയോട്ട് പാലത്ത് പോയിട്ടാണ് ഉസ്താദ് വിശ്രമിക്കുന്നത്. പക്ഷേ ഉറങ്ങാൻ സമയമില്ല. ഉറങ്ങുന്നതിന്റെ ഇടക്കാണ് 100,000 പ്രവർത്തനങ്ങൾ. അതിനിടക്കാണ് പല പ്രവർത്തകരും മരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഒരു ജനാസ അനുഗമിക്കാനും അവരുടെ ഒരു കണ്ണോക്കിന് വേണ്ടിയുള്ള പോക്കിന് പോലും ഉസ്താദിനുള്ള സെറ്റപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. ഉസ്താദിനെ ഈ ഒരു പരിപാടി മാത്രമല്ല, 2:45 വിളിക്കുമ്പോ ഉസ്താദിനോട് ഞാൻ സംസാരിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, പോലെ ഞാൻ പേരോടിലായിപ്പോ ഉള്ളത്, പേരോട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 2-3 പരിപാടിയുണ്ട്, നിന്റെ ദർസിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുമുണ്ട്. പക്ഷേ അവസാനമായിട്ടുള്ളൊരു ബാച്ചിന് ഒരു വലിയ സബക്കുകൾ ഒക്കെ തുടങ്ങിക്കൊടുക്കേണ്ട നിർബന്ധമായ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഒരു ദിവസം വരാം, ഇന്ന് വന്നാൽ ഒരു 5 മിനിറ്റ് സമയം നിനക്ക് സമാധാനാവില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കണം, എത്ര അനുയായികളെ അവര് വേണ്ടതുപോലെ സമാധാനിപ്പിക്കണം. അതിന്റെ ഇടയ്ക്ക് പല പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന വഴിക്കാണ് ബഹുമാനപ്പെട്ടവരുടെ പോക്ക്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് കാലൂറി വെക്കാൻ കഴിയാതെ എന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഉസ്താദ് കുറെ നേരം ഇങ്ങനെ നിന്നു. എന്നിട്ട് മെല്ലെ അങ്ങനെ നടന്നു വന്ന് താഴെ അവർക്കുള്ള ദഅവാ കോളേജിൽ തഫ്സീർ ക്ലാസ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ 2-3 മുതിർന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കെ ഇൻഷാ അല്ലാഹ് ഞാനും വരാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉസ്താദിന്റെ തഫ്സീറിനിരുന്നു. തഫ്സീർ കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ തന്നെ ഉസ്താദിന്റെ അടുത്ത സബക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെയുള്ള പണ്ഡിതന്മാരും SSFന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, വെറും ഒരു SSFന്റെ പ്രവർത്തനം കൊണ്ട് നാം വിജയിച്ചു എന്ന് ആരും ധരിച്ചു പോകരുത്. നമുക്ക് അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ കാര്യക്ഷമമായ വിജയം നമുക്ക് കിട്ടണമോ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ അടുക്കൽ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ട്രാൻസ്പെറന്റായ ഹൃദയത്തോടെ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലാൻ ആർക്കാണോ കഴിയുന്നത് അവർക്ക് മാത്രമാണ് വിജയമുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, അതുപോലെ തന്നെയുള്ള പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്തിനാണ് 9, 10 മണി 11 മണി ഇത് കഴിഞ്ഞാൽ കന്യാനയിലുള്ള പരിപാടിക്ക് അവിടെയുള്ള ആൾക്കാർ കാത്തു നിൽക്കുന്നത് എന്തിനാണ് മനുഷ്യ, എന്തിനാണ് മുഅ്മിനീങ്ങളെ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അവരെ കുറിച്ച് അല്ലാഹു നമ്മുടെ മനസ്സിൽ സ്നേഹമിട്ട് തന്നിരിക്കുകയാണ്. നമുക്കവരെ മറക്കാൻ കഴിയില്ല. ആ പ്രധാനമായ വ്യക്തിത്വങ്ങൾ, വലിയ വലിയ ഗണ്യ വ്യക്തിത്വങ്ങൾ, അവരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ മഹബ്ബത്താണ്. എന്തുകൊണ്ടാണ്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള സ്നേഹമിട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാരെ, ഇന്നത്തെ ഈ നൂറ്റാണ്ടുണ്ടല്ലോ വളരെ അധപ്പതിച്ച നൂറ്റാണ്ടാണ്. വളരെ ഡെവലപ്മെന്റ് ഉള്ള, വളരെ ടെക്നോ ഡെവലപ്മെന്റിന്റെ കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും പിന്നാലെ പരക്കെ പാഞ്ഞിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറ, സുബ്ഹാനല്ലാഹ്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം. നമ്മിൽ അല്ലാഹു തആല സ്വന്തത്തിലുള്ള മാറ്റം വരുത്താതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സംവിധാനത്തിന് മാറ്റം വരുത്തില്ല. അവന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ക്രിയേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാറ്റം വരാനുള്ള കാരണമാരാണെന്നറിയുമോ? അത് നമ്മളാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വമാ ളലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. നമ്മൾ അവരെ ആക്രമിച്ചിട്ടില്ല, അവർ സ്വന്തമായി അവരെ ആക്രമിച്ചിരിക്കുകയാണ്. മനുഷ്യൻ അവര് സ്വന്തമായ അവന്റെ ദുസ്ഥിതി കൊണ്ടാണ് ഭൂമിയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഗാലക്സികളിലും ഇന്ന് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായ മാന്ദ്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ബിൻ ലാദൻ കമ്പനി എന്നറിയുന്ന ഏറ്റവും വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവരുടെ എഞ്ചിനീയർമാരിൽ നിന്ന് 3000 ചില്ലാനം എഞ്ചിനീയർമാരെ അവരുടെ പണിയിൽ നിന്ന് ഒഴിച്ചുവിടുകയാണ്. അവരുടെ പണിയിൽ നിന്ന് അവരെ ഒഴിവാക്കി വിടുകയാണ്. കാരണം ശമ്പളം കൊടുക്കാനില്ല. അമേരിക്കയടക്കമുള്ള, ജർമ്മൻ അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ള വികസിത രാജ്യങ്ങൾ പോലും ഇന്ന് സാമ്പത്തികമായ മാന്ദ്യം കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബ്രോക്കർമാരൊക്കെ ഇന്ന് മൂലക്കായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലാൻഡ് ലിങ്ക്സ് എന്നുള്ളത് ഇന്ന് കേവലം ഒരു പേര് മാത്രമായി മാറിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതെല്ലാം നമുക്കറിയണം, നമ്മുടെ ഇടയിലുള്ള മാറ്റം മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മടങ്ങാനുള്ളത് അല്ലാഹുവിലേക്കാണ്. നമ്മുടെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം നമ്മുടെ മേറ്റർ. ഏത് വിഷയമെടുത്താലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ടച്ച് ചെയ്യാത്തൊരു വിഷയം നമുക്കുണ്ടാകാൻ പാടില്ല. അവിടുത്തെ സ്മരിക്കാത്തൊരു ജീവിതം നമുക്കുണ്ടാകാനേ പാടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇടയ്ക്കൊക്കെ ക്ലാസ് എടുക്കുന്ന നീണ്ട ലോകത്തെ ഏറ്റവും വലിയ